സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മേഴ്സിക്കുട്ടൻ രാജിവെക്കും. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജി. വൈസ് പ്രസിഡന്റിനോടും 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളോടും രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ശരണ്യ ചേരുന്നു. ശരണ്യ, കായിക മന്ത്രി വി അബ്ദുറഹ്മാനുമായി ചില അസ്വാരസ്യങ്ങൾ മേഴ്സിക്കുട്ടനുണ്ടായിരുന്നു. നമുക്കറിയാം, കായിക താരങ്ങൾക്ക് സാമ്പത്തികമായ സഹായം അനുവദിക്കണം തുടങ്ങി നിരവധി ആവശ്യങ്ങളായിരുന്നു മേഴ്സിക്കുട്ടൻ കഴിഞ്ഞയിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിലെല്ലാം തന്നെ സർക്കാരും മേഴ്സിക്കുട്ടനും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് രാജി. ഭദ്ര, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മേഴ്സിക്കുട്ടൻ ഉൾപ്പെടെ വൈസ് പ്രസിഡന്റിനോടും 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളോടും രാജിവയ്ക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. കായിക മന്ത്രി വി അബ്ദുറഹിമാനുമായുള്ള മേഴ്സിക്കുട്ടന്റെ തുടർന്നുള്ള ഒരു അസ്വാരസ്യങ്ങളെ തുടർന്നാണ് ഇത്തരത്തിൽ പാർട്ടി രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം 2019 TP ദാസിന്റെ പിൻഗാമിയായാണ് മേഴ്സിക്കുട്ടൻ സ്പോർട്സ് കൗൺസിലിന്റെ തലപ്പത്തേക്ക് വരുന്നത്. കായിക താരം തന്നെ സ്പോർട്സ് കൗൺസിലിന്റെ തലപ്പത്തുണ്ടാവണമെന്ന മുൻ കായിക മന്ത്രി EP ജയരാജന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്തരത്തിൽ മേഴ്സിക്കുട്ടന്റെ നിയമനം. എന്നാൽ പദവിയിൽ കാര്യമായ പേര് നേടിയെടുക്കാൻ മേഴ്സിക്കുട്ടന് സാധിച്ചിരുന്നില്ല. നിലവിലെ കായിക മന്ത്രി വി അബ്ദുറഹ്മാനുമായി യോജിച്ചു പോകാൻ കഴിയാതിരുന്നതും അത്തരത്തിലൊരു ചർച്ചയായിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്ത് 5 വർഷം പൂർത്തിയാക്കാൻ 1 വർഷം ബാക്കി നിൽക്കെയാണ് മേഴ്സിക്കുട്ടന്റെയും വൈസ് പ്രസിഡന്റിനോടുമുള്ള പാർട്ടിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. കായിക താരങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സാമ്പത്തിക സൗകര്യങ്ങളുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ താരങ്ങൾക്ക് പണം കൊടുക്കാതെ സർക്കാർ എന്തു ചെയ്യുകയാണെന്നടക്കം വിമർശനമുയർന്നതോടെ പണം നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രിക്കെതിരെ മേഴ്സിക്കുട്ടൻ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. ഇതോടെ ഇരുവരും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുകയായിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് പാർട്ടി ഇത്തരത്തിൽ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജിക്കാര്യം പാർട്ടി ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്നാണ് സംഭവത്തിൽ മേഴ്സിക്കുട്ടന്റെ പ്രതികരണം. ഭദ്ര, വ്യക്തമാണ്. ശരണ്യാണ് വിശദാംശങ്ങൾ നൽകിയത്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മേഴ്സിക്കുട്ടൻ രാജിവെക്കും. സർക്കാരിന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനത്തിലേക്ക് മേഴ്സിക്കുട്ടൻ എത്തിയിരിക്കുന്നത്. അവരോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റിനോടും 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളോടും രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കായിക മന്ത്രി വി അബ്ദുറഹ്മാനുമായി ചില അസ്വാരസ്യങ്ങൾ മേഴ്സിക്കുട്ടന് ഉണ്ടായിരുന്നു. കായിക താരങ്ങൾക്ക് സാമ്പത്തികമായി സഹായം ചെയ്യണമെന്നായിരുന്നു മേഴ്സിക്കുട്ടന്റെ ആവശ്യം. എന്നാൽ ഇത് അംഗീകരിക്കാൻ സർക്കാർ ചില മടി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ചില വിവാദങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉടലെടുത്തിരുന്നു. ഇതിന്റെ ബാക്കി പത്രം എന്നോണമാണ് ഇപ്പോൾ രാജിയിലേക്ക് കാര്യങ്ങളെ നയിച്ചിരിക്കുന്നത്.